എടാ കണ്ടോ അവനെ? ഓ കണ്ടില്ല, ഞാൻ തപ്പാ പോലെ ഇടവില്ല. എടാ നീ ഇളങ്കാതെ തപ്പിയോ? വേറെ പോണ്ട. എടാ വണ്ടി ഇടറാ. എന്താണ് രണ്ടുപേരും കൂടി? നിന്നെ തിരക്കി ഇളക്കിയായിരുന്നു ഞങ്ങള്. എടാ നിന്നെ എവിടെയൊക്കെ തിരക്കി നടന്നു അറിയാവോ? എടാ നിന്റെ പോക്കറ്റ് മൊബൈലിൽ കിടക്കണം. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചടാ, ഒന്ന് ഫോൺ എടുക്കാൻ മേലെ നിനക്ക്. എന്താടാ കാര്യം പറ. സ്വപ്ന വീട്ടിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവർ കഴിഞ്ഞിട്ടേ എനിക്കൊരു മറ്റൊരു കാര്യമുള്ളൂ. എടാ പന്നിക്കോട്ട് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചേ നിന്റെ പഴയ പാർട്ടിയില്ലേ പാറു, അവളത് ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ട്. നിന്നെക്കുറിച്ച് ഒത്തിരി അന്വേഷിച്ച് നിന്നെ കാണുമെന്ന് പറഞ്ഞിരിക്കുവോ. ആദ്യമായി പ്രണയിക്കുന്നവരാരും ജീവിതാവസാനം വരെ അത് മറക്കില്ല. നിങ്ങളുടെ വെറും പ്രണയമായിരുന്നില്ലല്ലോ. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ അസൂയായിരുന്നു. സ്കൂൾ ജീവിതത്തിലെ ആ പ്രണയം ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നീട് അത് പടർന്ന് പന്തലിച്ചപ്പോഴത്തേക്കും നസ്രാണി പെണ്ണിനെ ഇല്ലത്ത് കയറ്റില്ലെന്നുള്ള അവസ്ഥയായി. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്കായി. അന്ന് എതിർത്തവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിന്റെ ഫാമിലിയെ പറ്റിയെല്ലാം അവൾ വിശദമായിട്ട് അന്വേഷിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൾ നിന്നെ കാണാൻ മാത്രമായിട്ട് വന്നതാണ്. റിട്ടയർമെന്റിന് ശേഷം ഏതോ ആശ്രമത്തിൽ ആതുര ശുശ്രൂഷയ്ക്കായി തയ്യാറെടുക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവൾ ചേച്ചിയുടെ വീട്ടിലുണ്ട്, നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തിൽ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും അത്. എടാ അവൾ നിന്റെ പെണ്ണല്ലേ, നിങ്ങളായിട്ട് വേർപിരിഞ്ഞതല്ലല്ലോ. ഈ നാടിന്റെ വ്യവസ്ഥിതിയല്ലേ നിങ്ങളെ വേർപിരിച്ചത്. എടാ വാടാപ്പൂ, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനില്ല. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഒരു പണിയില്ലേ? എനിക്ക് ഉച്ചയ്ക്ക് സ്നേഹ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഊണ് കൊടുക്കേണ്ട സമയമായി. അവരെന്നെ നോക്കിയിരിക്കും. ആർക്കേ ഞാൻ പോട്ടെ. നീ എങ്ങും പോലില്ല. പാറുവിനെ കണ്ടിട്ട് പോയാ മതി, ഇല്ലെങ്കിൽ അവളെയും കൊണ്ട് ഞങ്ങൾ ഇല്ലത്തോട്ട് വരും. എടാ പാറു ഞങ്ങളുടെ കൂടെ പെങ്ങള, നിന്നെ കൊണ്ട് ചെല്ലാന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തതാ. അഥവാ നീ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കിയെടുത്ത് അവളുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. എടാ ഞാൻ എന്തും പറഞ്ഞാടാ അങ്ങോട്ട് ചെല്ലുന്നു. അവർക്ക് പണ്ടേ എന്നെ കാണരുത്. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ പൊക്കോട്ടെ. എടാ അവിടെ ആരും ഇല്ലടാ, അവരെല്ലാവരും കൂടി കല്യാണത്തിന് പോയിരിക്കുക. നീ ഇനി അക്ഷരം മിണ്ടരുത്. നമ്മൾ 3 പേരും കൂടി അവളെ കാണാൻ പോയിരിക്കും.